ഞങ്ങളുടെ പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പൊഴി മുറിക്കാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റൂല. ഞങ്ങൾ വളരെ കഷ്ടത്തിലും നഷ്ടത്തിലുമാണ്. ഞങ്ങൾ ഒരു 4-5 മാസം കൊണ്ട് ഞങ്ങൾക്ക് ജോലിയില്ലാത്ത രീതിയിൽ ഞങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും പൈസകൾ ഒപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നെ സാധനങ്ങൾ, അതായത് ഞങ്ങളുടെ വള്ളവും മലയോളും ഒക്കെ പിന്നെ പുനരുദ്ധാരണം ചെയ്ത് ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ 4 മാസം കഴിഞ്ഞിട്ട് ഇനി 2-3 മാസത്തെ പണി കൊണ്ട് മാത്രമേ ഞങ്ങളുടെ കടങ്ങളും മറ്റും വീടാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ കൂട്ട ആത്മഹത്യക്ക് വിധേയരാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ പൊഴി മുറിച്ച് കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ല, പൊഴി മുറിച്ചല്ല, നമുക്ക് ഈ ഇവിടെ മണൽ നീക്കം ചെയ്തേ പറ്റത്തുള്ളൂ. ഈ പൊഴി മുറിക്കാൻ ഉദ്യോഗസ്ഥർ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു സമീപനം എന്ന്? ഞങ്ങളെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന, പ്രതീകാത്മകമായി നിരത്തി വെച്ചിരിക്കുന്ന ഞങ്ങളെ തൊഴിൽ ഉപകരണങ്ങളാണിത്. ഇത് ഇവിടെ നിരത്തി വെച്ചിരിക്കേണ്ടതല്ല. ഇത് ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്തി ഞങ്ങളെ കുടുംബം ജീവിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അവർ മുഴിക്കാൻ വന്നാൽ ഈ സാധനങ്ങൾ കൃത്യമായി മത്സ്യബന്ധനം നടത്താനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കി തന്നാൽ മൊഴി മുറിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഇവിടെ ഒരു വിഭാഗത്തെ പട്ടിണിയിലാക്കി ഒരു വിഭാഗത്തിന്റെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനെ അവർ അനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന അതിനെ ഒരിക്കലും ഞങ്ങൾ യോജിക്കാൻ കഴിയില്ല. പൊഴി മുറിക്കാൻ വന്നാൽ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്ത് JCB വെച്ചിട്ട് ഒരു തൊഴിൽ ഇവിടെ പൊഴി മുറിക്കാൻ കഴിയൂ എന്നതിനകത്ത് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി, ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശം, ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ജോലി ചെയ്യാനുള്ള അവകാശം, ഇവിടെ ജീവിക്കാനുള്ള അവകാശം, ഞങ്ങളെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് ഇവിടെ ഞങ്ങളെ നിരസിച്ചിരിക്കുകയാണ്, ഞങ്ങളെ തള്ളിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ദിവസം കൊണ്ട് ഇവിടെ ഈ മണ്ണിന് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം സർക്കാർ ഇപ്പൊ ഈ പൊഴി മുറിക്കാൻ അടിയന്തര ആവശ്യപ്പെട്ട കാരണം എന്താണ്? ഇത് ഇന്നുണ്ടായ വിഷയമല്ലല്ലോ. ഇത് ഇന്നോ ഇന്നലെ ഉണ്ടതല്ലേ. എല്ലാ വർഷവും കൃത്യമായി 5 മീറ്റർ ആഴം ഇവിടെ നിലനിർത്തണമെന്ന് ഈ ഹാർബർ കമ്മീഷൻ ചെയ്തപ്പോഴുള്ള ഒരു ഇതാണ്. അത് മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുക്കാൻ വേണ്ടി അവർ ചെയ്തതാണ് ഈ പണി. ഇത് ഇങ്ങനെ ഉണ്ടാവുമെന്നുള്ളത് സർക്കാർ ഈ ഹാർബർ കമ്മീഷൻ ചെയ്തപ്പോഴേ അറിയാവുന്ന കാര്യമാണ്. അത് അറിഞ്ഞു വെച്ചും കൊണ്ട് മനഃപൂർവ്വം നമ്മുടെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് അയപ്പിച്ചത് ഇപ്പൊ സർക്കാരാണ്. അതുകൊണ്ട് ഇത് കൃത്യമായ ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ ഇവിടെ എത്തിയാത്തല്ലാതെ മന്ത്രി എന്ത് ഉറപ്പാണ് നിങ്ങൾക്ക് നൽകിയത് ഡ്രഡ്ജിംഗുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പൊഴി മുറിച്ചു കൊടുക്കണം. അപ്പോൾ കിഴക്കേ സൈഡിൽ കുറച്ചു പേർക്ക് ഈ കൊഞ്ച് കൃഷി നടത്തുന്നുണ്ട്. അവരുടെ കൊഞ്ച് കൃഷികൾ നഷ്ടപ്പെട്ടു പോകും. അത് ശരിയല്ല. അവരും മത്സ്യം അപ്പൊ ഇത് കോപ്പറേറ്റീവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരാണ്. ഇത് കോപ്പറേറ്റീവ് ഇവിടെ കുറെ നാൾ അദാനിയെ സഹായിച്ചു. അദാനി ഈ പ്രദേശം കൊണ്ട് വിഴിഞ്ഞം തുറമുഖമുണ്ടാക്കി. അദാനി അതോടെ ഇവിടുന്ന് ലെഫ്റ്റായി. ലെഫ്റ്റായിട്ട് ഇപ്പോഴും പറയുന്നത് കിഴക്ക് സൈഡിൽ ഇവിടെ ഒരുപാട് കൊഞ്ച് കൃഷികളും മറ്റു മത്സ്യകൃഷികളും ഉണ്ട്. അവരുടെ മത്സ്യങ്ങളെല്ലാം ഒഴുകിപ്പോവും. അതുകൊണ്ട് തൽക്കാലം തുറന്നു കൊടുക്കണം. ഈ 10 ദിവസത്തിനകത്ത് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുമെന്നാണ് സർക്കാരിന്റെ അധീനതയിലുള്ള ഡ്രഡ്ജർ എത്തിക്കാൻ എന്തിന് 10 ദിവസം? സർക്കാർ ഇവിടെ വിഴിഞ്ഞം പോർട്ടിലും മുട്ടം പോർട്ടിലും കൂടിയായിട്ട് 3 ഡ്രഡ്ജർ കിടപ്പുണ്ട്. മണിക്കൂറുകൾ കൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടർക്ക് കഴിയും. 2 ദിവസം മുമ്പ് ഞാൻ ജില്ലാ കളക്ടർ നേരിട്ട് സംസാരിച്ചതാണ്. ഞാൻ അവരോട് ഇൻഫോം ചെയ്തതാണ്. 2 ഡ്രഡ്ജർ അദാനിയുടെ പോർട്ടിലും 1 ഡ്രഡ്ജർ മുട്ടം പോർട്ടിലും കിടപ്പുണ്ട്. 1 മണിക്കൂർ കൊണ്ട് മേഡം, നമ്മൾ കണ്ണൂർ പോകുന്നത് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന ഈ വിഷയം ഇത്രയും സങ്കീർണമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഗമമായ രീതിയിൽ ഇവിടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കാൻ വേണ്ടി മത്സ്യ ഉപകരണങ്ങൾ അപകടം കൂടാതെ അപ്പുറത്ത് പോവുകയും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടാതെ തിരിച്ചു വരാനും ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കി തരാത്ത രീതിയിൽ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നിലോട്ട് പോകില്ല. ജില്ലാ കളക്ടറൊക്കെ ഇവിടേക്ക് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൊഴി മുറിച്ചുവിടാൻ വേണ്ടി വരുന്നതെന്നാണ് അറിയാൻ പറ്റത്. അതിന്റെ പ്രതിയാത്മകമായിട്ടാണ് ഞങ്ങളുടെ തൊഴിലുപകരണങ്ങൾ ഇവിടെ നിരത്തി വെച്ചും കൊണ്ട് പ്രതിഷേധിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ വ്യക്തമാണ്. അവരുടെ ഡിമാൻഡുകൾ വളരെ കൃത്യമാണ്. അവർക്ക് അവരുടെ ഉപജീവന മാർഗമെന്നുള്ളത് ഈ മത്സ്യബന്ധനമാണ്. അത് ഇവിടുത്തെ മണൽ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാൻ കഴിയൂ. അതിനുള്ള നടപടികൾ കൃത്യമായി സ്വീകരിക്കാതെ ഇവിടെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല. പൊഴി മുറിക്കാൻ സർക്കാർ പറയുന്ന ന്യായങ്ങൾ, ഒന്ന് ചെമ്മീൻ കൃഷി അടക്കമുള്ളവ ഇതിന്റെ മറുഭാഗത്തുണ്ട്. മറ്റൊന്ന് ഈ 4-5 പഞ്ചായത്തുകൾ വെള്ളത്തിൽ മുങ്ങും, മഴക്കാലമായ വെള്ളത്തിൽ മുങ്ങും. അതിനു മുമ്പേ പൊഴി മുറിച്ചു മാറ്റി വെള്ളമൊഴുക്ക് സുഗമമാക്കിയാൽ മാത്രമേ അതിന് സാധിക്കൂ എന്നും പറയുന്നുണ്ട്. അത് അനുവദിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ 10 ഉദ്യോഗസ്ഥർ ഇവിടേക്ക്
എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവരോട് ഈ കൃത്യമായി ഈ ഡ്രഡ്ജറുകൾ എത്തിക്കാൻ 10 ദിവസ സാവകാശമാണ് ഇന്നത്തെ ചർച്ചയിൽ മന്ത്രി തേടിയത്. അഴീക്കിൽ നിന്നും മറ്റും ഡ്രഡ്ജുകൾ എത്തിക്കണം, അതിന്റെ ആവശ്യമില്ല. ഇവിടെ വിഴിഞ്ഞത്തും അദാനി പോർട്ടിലും അതുപോലെ തന്നെ മുട്ടത്തുമൊക്കെ ഡ്രഡ്ജറുകളുണ്ട്. അതെത്തിച്ചാൽ തന്നെ മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ എത്തിക്കാനാകും. അതാകുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ മണൽ നീക്കം സുഖമായി. ഇപ്പോൾ ഒരു ഡ്രഡ്ജർ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരു ഡ്രഡ്ജറിൽ കൊണ്ടുള്ള മണൽ നീക്കം മാത്രമാണ് നടക്കുന്നത്. അത് അത്രയധികം ഗുണം ചെയ്യുന്നില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ സർക്കാർ കണക്ക് കൂട്ടിയതിലും എത്രയോ ഇരട്ടി മണൽ ഇവിടെയുണ്ട്. അത് ഏകദേശം നമുക്കത് നേരിട്ട് കാണാവുന്നതുമാണ്. വലിയ രീതിയിൽ മണൽ മൂടിക്കിടക്കുകയാണ് ഈ പ്രദേശമാകെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രഡ്ജർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലുള്ള ആ ഒരു ഡ്രഡ്ജർ കൊണ്ട് മാത്രം കാര്യമില്ല. കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ ശേഷിയുള്ള ഡ്രഡ്ജറുകൾ ഇവിടെ എത്തിക്കണം. അതിനാണ് സർക്കാർ സമയം തേടുന്നത്. പക്ഷേ അത്രയധികം 10 ദിവസം എന്ന വലിയൊരു സമയം നൽകാനാകില്ല. ആ ദിവസമൊക്കെ ഞങ്ങൾ പട്ടിണിയിലാണ്. ഇനിയും ഈ ജോലി ചെയ്യാതെ മുന്നോട്ട് പോയാൽ കുടുംബം കൂടുതൽ പട്ടിണിയിലാകും. ഈ